ശരത്ത് കൂടി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. ദേശീയ വാർത്താ സാധ്യതകളാണ് ശരത്ത് നമ്മളുമായി പങ്കുവയ്ക്കുക. ശരത്ത്, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ദില്ലിയിലെ താപനിലയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ചൂട് കൂടി തുടങ്ങിയിട്ടുണ്ടോ ദില്ലിയിൽ? തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് കൂടി എന്ന് എനിക്കറിയാം. പൊതുവെ എങ്ങനെയാണ് ദില്ലിയിലെ ഒരു കാലാവസ്ഥ ഇപ്പോൾ? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 2 ദിവസമായി ദില്ലിയിൽ ഒരു മഴ ചെറിയ തോതിൽ പലയിടങ്ങളിലും പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചൂടിന് അല്പം ശമനമുണ്ട്. പക്ഷേ ഈ 2 ദിവസം കൂടി ഈ തരത്തിൽ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ കൊടും ചൂടായിരിക്കും. കേരളത്തെ കവച്ചു വയ്ക്കുന്ന ചൂടിലേക്ക് ദില്ലി മാറും എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇപ്പോൾ പൊതുവെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. അല്ലെങ്കിൽ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ല വെയിലാകേണ്ടതാണ്. ഇപ്പോൾ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് പൊതുവെ ദില്ലിയിലുള്ളത്. ഓക്കെ, അപ്പോൾ കാലാവസ്ഥ മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് ആം ആദ്മി പാർട്ടിക്കും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. മാത്രവുമല്ല, വിചാരണ കോടതി കസ്റ്റഡി കാലാവധി കഴിയുന്നതോടുകൂടി ഹർജി ഇന്ന് പരിഗണിക്കും. എന്താണ് സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നത് ശരത്? അരുൺകുമാർ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാൻ വേണ്ടി പോകുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഹർജിയിൽ ഇന്ന് വിശദമായ നടപടികളിലേക്ക് കോടതി കടക്കാൻ സാധ്യതയില്ല. സ്വാഭാവികമായും ഈ തരത്തിലൊരു ഹർജി വന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മറുപടി തേടിക്കൊണ്ട് ഒരു നോട്ടീസ് അയക്കുക എന്നതിലേക്ക് സുപ്രീം കോടതി നീങ്ങാനാണ് സാധ്യത കാണുന്നത്. നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി തള്ളിയിരുന്നു. അരവിന്ദ് കെജ്രിവാൾ ഈ മദ്യനയ അഴിമതിയിലെ പ്രധാന സൂത്രധാരനാണെന്നും ഹവാല ഇടപാടിനെ കുറിച്ച് അടക്കം അരവിന്ദ് കെജ്രിവാളിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു എന്നും ഈ ഹൈക്കോടതി ഉത്തരവിൽ നിരീക്ഷണങ്ങളുണ്ട്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് കെജ്രിവാൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഒരു വാദമായി കെജ്രിവാൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിഭാഗത്തിൽ നിന്ന് മറച്ചു പിടിച്ച ഒരു രേഖയുണ്ട്. ആ രേഖ അവിശ്വസനീയമായ ഒരു രേഖയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് ഹൈക്കോടതി പുറത്തിറക്കിയിരിക്കുന്നത്. അത് നിയമപരമല്ലെന്നാണ് പ്രധാനമായും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ചില നിരീക്ഷണങ്ങൾ ഈ ഹൈക്കോടതി ഉത്തരവിൽ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതിലെടുത്തു പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളെ കമ്പനിയായി പരിഗണിച്ചുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിലേക്ക് ഹൈക്കോടതി കൊണ്ടുവരുന്ന നിരീക്ഷണങ്ങളുണ്ട്. അതടക്കം ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ കേസ് ഇന്ന് പരിഗണിക്കാൻ വേണ്ടി പോകുന്നത്. കോടതി കഴിഞ്ഞ 3-4 ദിവസമായി അവധിയായിരുന്നു. അവധിക്ക് ശേഷം ആദ്യ ദിവസം, പ്രവൃത്തി ദിവസം തന്നെ ഈ കേസ് പരിഗണിക്കാൻ സുപ്രീം കോടതി തയ്യാറായത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായ കാര്യമാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ വിചാരണ കോടതിയായ റൌസ് അവന്യൂ കോടതിയിൽ കൊണ്ടുവരുന്നുണ്ട്. സ്വാഭാവികമായും ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ BRS നേതാവ് കെ കവിത ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് CBIയുടെ കസ്റ്റഡിയിലാണുള്ളത്. അവരുടെ 3 ദിവസത്തെ CBI കസ്റ്റഡി കാലാവധി അവസാനിച്ച് BRS നേതാവിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഓക്കെ, താങ്ക് യു. ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്നും. അപ്പോൾ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ് ആണ് പ്രേക്ഷകർ കേട്ടത്. ഇതിപ്പോൾ EDക്ക് നോട്ടീസ് അയക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തിറങ്ങില്ല എന്നാണ് ദില്ലിയിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾ തന്നെ കരുതുന്നത്. നമസ്കാരം ചേട്ടാ.